പഴയ തന്ത്രി കണ്ഠര് രാജീവർ തന്ന കത്ത് നമ്മൾ പരിശോധിച്ചു. വീണ്ടും അതിനകത്തൊരു അന്തിമ തീരുമാനം ബോർഡ് എടുക്കുന്നതിന് മുമ്പ് 27-ാം തീയതി കോടതിയിൽ വീണ്ടും പറയണത്. അതുകൊണ്ട് 26-ാം തീയതി അത് തീരുമാനിക്കും. എന്നാൽ അതിന് മുൻപ് ഒരു 3 തലമുതിർന്ന തന്ത്രിമാരുടെ ഒരു ചെറിയൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്ന്. അവരുമായിട്ട് നാളെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ആശയവിനിമയം നടത്തി തീരുമാനം എടുക്കുന്നതിലേക്ക് ബോർഡിനെ സജ്ജമാക്കാനുള്ള ഒരു ആലോചന നാളെ നടത്തും. ആ സമിതി രാവിലെ അവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്, 3 പേരെ. അവരിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കാൻ പോകുന്ന തീരുമാനത്തിൻ്റെ വിവിധ വശങ്ങൾ അവരുമായിട്ടൊന്നൊരു ആശയവിനിമയം നടത്തിയതിന് ശേഷം ശനിയാഴ്ചയുള്ള ബോർഡിൽ തീരുമാനമെടുത്ത് തിങ്കളാഴ്ച കോടതിയെ അറിയിക്കും. അതാണ് തീരുമാനം. അല്ല, അത് ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല. ഈ മറ്റ് മുതിർന്ന 3 തന്ത്രിമാരുമായിട്ട് ഞങ്ങൾക്ക് ബോർഡിന് ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അവരുമായിട്ട് ചില ആശയവിനിമയം നടത്തുമ്പോൾ ഞങ്ങൾക്കൊരു വ്യക്തത വരും. ആ വ്യക്തതയോടുകൂടി 25-ാം തീയതിയുള്ള ബോർഡിൽ പോകാനാണ് തീരുമാനം. അവരോട് എന്ത് സംസാരിക്കാൻ പോകുന്നു എന്നുള്ളത് ഞാനിപ്പോൾ പറയാൻ പോകുന്നില്ല. എന്താ, അക്കീരമൺ കാളിദാസ ഭട്ടതിരി, നമ്മുടെ അമ്പലപ്പുഴയിലെ പേര് ഞാൻ മറന്നുപോയില്ല, അമ്പലപ്പുഴയിലെ നമ്മുടെ തന്ത്രി, അതുപോലെ തന്നെ ഒരു പേരോടെ ഉണ്ട് കേട്ടോ. 3 പ്രഗത്ഭരായിട്ടുള്ള തന്ത്രിമാരാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നാളെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർ നാളെ രാവിലെ ഉച്ചയ്ക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ എന്നെ ചോദിക്കാനുണ്ട്. അത് ഞാൻ മാത്രമേ ഉള്ളൂ, എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ചോദിച്ചിട്ട് ഞാൻ എൻ്റെ ശുപാർശ മറ്റന്നാൾ ബോർഡിൻ്റെ മുമ്പാകെ വയ്ക്കും. എന്നാൽ അതാണ് ആ കാര്യം. അതിപ്പോൾ തൽക്കാലം അതിൽ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. തീരുമാനം എടുക്കാൻ പറ്റാതെ പോയത് പല കാരണങ്ങളുമുണ്ട്. എതിർപ്പ് അറിയിച്ചിട്ടുണ്ടോ? ഇല്ല, എതിർപ്പൊന്നുമില്ല.